ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പെരുന്നാളാണ്, അതായത് ഇന്ന് ഈദാണ്. അപ്പം ഞാൻ ബിസ്മിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പം എൻ്റെ വേറൊരു സ്കൂൾ ഫ്രണ്ട് ഉണ്ട്, ഗായത്രി. ഇന്ന് അവളെ വീഡിയോയിൽ അവൾ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവളെ എങ്ങനെയെങ്കിലും വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ബിക്കോസ് എനിക്ക് സ്കൂൾ ഫ്രണ്ട്സിൽ അങ്ങനെ കുറേ പേരൊന്നും ഇല്ല കേട്ടാ. ഗായത്രി ആണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് തൊട്ട് പഠിച്ചതാണ്, 1ാം സ്റ്റാൻഡേർഡ് തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. ബിസ്മി ആക്ച്വലി 9ാം സ്റ്റാൻഡേർഡ് തൊട്ട് എങ്ങാണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ വന്നത്. അപ്പം രണ്ടുപേരെ ഇന്ന് ഒരുമിച്ച് കിട്ടും. അപ്പം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുമെന്ന് എനിക്കറിയത്തില്ല ഈ ദിവസം. പക്ഷെ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ ഡേ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാമെന്ന്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ഒരു ഈദ് മുബാറക്ക് ചെറിയ പെരുന്നാളിന്റെ സംഭവം ഞാൻ വീഡിയോ ഷോർട്സിന് വേണ്ടി എടുത്തു. പക്ഷെ അത് ഭയങ്കര ലെങ്തി ആയിപ്പോയി. അങ്ങനെ ഞാൻ പിന്നെ അത് വെർട്ടിക്കലി തന്നെ ലോങ് ആയിട്ട് ഇടുമായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇങ്ങനെ ലോങ് വീഡിയോയ്ക്ക് വേണ്ടി തന്നെ എടുക്കാം. കാരണം എന്തായാലും കുറഞ്ഞത് ഒരു 5 മിനിറ്റ് എങ്കിലും ഈ വീഡിയോ എന്തെങ്കിലും കാണും. അപ്പൊ വെറുതെ മറ്റേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് 3 മിനിറ്റേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ വെച്ചു എന്നാ പിന്നെ ഇങ്ങനെ എടുത്തിട്ടേക്കാണ്. അപ്പൊ ഞാനാണെങ്കി ഇപ്പൊ ദാ രാവിലെ എണീറ്റ് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി എനിക്ക് പോയി ഫ്രഷായി റെഡി ആയിട്ട് ഇറങ്ങണം. ഞാനാണെങ്കി കുറച്ച് മുന്നേ എണീറ്റേ. അന്നേരം നല്ല മഴയായിരുന്നു പുറത്ത്. അന്നേരം പിന്നെ ഞാൻ മഴ ഒന്ന് തോരട്ടെ എന്ന് വിചാരിച്ചു. കാരണം പല്ല് തേക്കാനൊക്കെ പുറത്തിറങ്ങണമെങ്കിൽ മഴയാണെങ്കി പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ മഴ തോരുന്നവരെ ഒന്ന് നിക്കാന്ന്. അപ്പൊ ഞാനങ്ങനെ മഴ തോരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇത്ര നേരം. ഇപ്പൊ മഴയൊന്ന് തോർന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയ മീൻസ് വേറൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഇനി റെഡി ആയി കഴിഞ്ഞിട്ടേ ബാക്കി വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും പോയി ഒന്ന് ഫ്രഷായി റെഡി ആയിട്ട് എന്തായാലും വരാം. അപ്പോ ഏഹ് അപ്പൊ എന്തുവാ ഈ വീഡിയോക്കകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഐ തോട്ട് ഒരു ലൈക്ക് ഞാൻ ഷോർട്സിന് വേണ്ടി എപ്പോൾ വീഡിയോ എടുത്താലും അതൊരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് കാണും. അത് ഞാൻ എഡിറ്റ് ചെയ്താണ് 3 മിനിറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. മീൻസ് എനിക്ക് ഇപ്പം കുറച്ചും കൂടി ലോങ് വീഡിയോ ഒരു കംഫർട്ട് ആയി തുടങ്ങി. അതായത് ലോങ് വീഡിയോ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന ലോങ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ ആക്ച്വലി ഷോർട്സ് വീഡിയോനെക്കാട്ടിലും എളുപ്പം എഡിറ്റ് ചെയ്യാൻ ലോങ് വീഡിയോ ആണ്. വെറുതെ ഇങ്ങനെ പറക്കി അടുക്കി വെച്ചാൽ മതി അങ്ങ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് എടുക്കാന്ന്. അപ്പം ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഒന്നത്തെ കാര്യം ഞാനൊന്ന് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇപ്പം റെഡി ആയിട്ട് വരാമെന്ന്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, 20% എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ ഒന്ന് ഫോണ് കുത്തിയിടണം. ആ നേരം കൊണ്ട് ഞാൻ പോയി പല്ല് തേച്ച് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും എനിക്ക് കുക്ക് ചെയ്യണം. എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പം ആയി ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാനങ്ങനെ ആഹ് പൊതുവേ ഞാനങ്ങനെ വീട്ടിലിപ്പോ ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഓട്സോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയായിരിക്കും ഞാൻ കഴിക്കാറ്. ആം, അപ്പം എന്തായാലും എനിക്കത് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണം. അപ്പം അപ്പം ഞാൻ കുക്ക് ചെയ്ത് വരുമ്പം തന്നെ നാളെ നേരം വെളുക്കും. ഇപ്പൊ തന്നെ ഓൾറെഡി ഞാൻ 8 മണിക്ക് എങ്ങാണ്ടോ എണീറ്റേ. ഇപ്പൊ സമയം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 9 അറൗണ്ട് 10 മണി ആവാറായി. അപ്പം ഞാൻ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോണില്ല. ഞാൻ എന്നാ പോയി ഒന്ന് റെഡി ആയിട്ടൊക്കെ വരാം. ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ടൊക്കെ വരാം. ഓക്കെ. ഓ, ഞാനും കൂടി വരാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ബദാമാ നിന്റെ അടുത്ത് വയ്ക്കുന്നത്. ചെവി കേട്ടൂടാ. ഹലോ, ഇന്ന് കട തുറന്നില്ലേ? വ്ളോഗ് എടുത്തിട്ടാ നൈറ്റിയില്. നമ്മൾ ഞാൻ പല്ല് വെച്ചിട്ട് വന്നപ്പോ ചായ ഇടാനായിട്ട് പാലില്ല, സോറി കോഫി ഇടാനായിട്ട് പാലില്ല. അങ്ങനെ പാല് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. മഴയുണ്ട്, അതാണ് കൊടയൊക്കെ പിടിച്ച പോണം. എനിക്ക് ഇനി കുളിക്കാൻ എനിക്ക് പ്ലാനുണ്ട്. അപ്പൊ ഷാമ്പൂ കൂടി വാങ്ങണം. ഇവിടെ ശരിയാക്കിയാ? ഇവിടെ റോഡ് പൊളിഞ്ഞു കിടന്നു, അത് ശരിയാക്കി കേട്ടാ. അതെ തന്നെ, ഇവിടെ വണ്ടി കയറ്റണം ഭയങ്കര പാടുള്ള കാര്യമായിരുന്നേ. എന്തിനാണ് കാണിക്കുന്നത്? ഒപ്പന്റെ പണ്ട് ഇപ്പൊ പോയത് എവരെ കാര്യം വിചാരിച്ച കൊടരാത്താണ് വെട്ടയില്ലാത്ത വീട്. വലിയ കാരത്തിൽ പാല് വാങ്ങുമ്പോ പാല് വന്നില്ല ഇതുവരെ. അപ്പം ഞാൻ പിന്നെ പാൽപ്പൊടിയൊക്കെ വാങ്ങിച്ചു.
പിന്നെ കപ്പലണ്ടി മിഠായി വാങ്ങിച്ച്. ആ ശരി. പിന്നെ ഷാമ്പുവും കൂടി വാങ്ങിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ 2 രൂപയ്ക്കുള്ള ഷാമ്പു ആണ് മേടിക്കണത്. അപ്പൊ അതും മേടിച്ചു. അതുകൊണ്ടല്ല പിശുക്ക് നിങ്ങൾ തനിയെ എനിക്ക് കൊടയെ ടാഗ് ചെയ്ത് വേണം. ഇവരെന്തൊരു സ്വഭാവം വന്നു, വൃത്തിയുടെ സ്വഭാവം. ഞാൻ പോയി തിന്നിട്ടൊക്കെ വരാം. ഹലോ. അങ്ങനെ എൻ്റെ പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ഡ്രസ്സൊക്കെ ചെയ്തൊന്ന് റെഡിയാണ്. ഞാനാണെങ്കിൽ മഴയത്താണ് കുളിച്ചത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ വീഡിയോ എടുത്തായിരുന്നു. ഞാൻ എന്നിട്ട് നേരെ ടെറസിൽ ഓടിപ്പോയി അവിടെ കുറേ നിന്ന് നനഞ്ഞ് മഴയൊന്ന് തോർന്നപ്പോഴത്തേക്ക് നേരെ പോയി കുളിച്ചിട്ട് വന്ന് ഞാൻ ഇപ്പോൾ ഗായത്രിയെ വിളിച്ചപ്പോൾ ഗായത്രി 1 മണിക്ക് ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ബിസ്മി എന്നെ ഇങ്ങോട്ട് വിളിച്ചു എവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. പുറത്ത് മഴയാണ്, അതുകൊണ്ട് തന്നെ വലിയ മേക്കപ്പിനൊന്നും പോയില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്കും ബ്ലഷും മാത്രമേ ഇട്ട്. കാരണം എന്ന് വെച്ചാൽ മഴ വല്ലതും നനയാണെങ്കിൽ എല്ലാം ഒലിച്ചു പോകും. സോ അതുകൊണ്ട് എൻ്റെ മുടിയിന്നാണെങ്കിൽ വെള്ളം ഇറ്റിറ്റ് വീണോണ്ടിരിക്കണം. അപ്പം ഞാൻ എന്തായാലും നേരെ ബിസ്മിയുടെ വീട്ടിലോട്ട് പോയിട്ട് കാണാം. ഓക്കെ, ശരി. എന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തട്ടെ അടുത്ത മഴയ്ക്ക് മുന്നേ. ബ്ലഷ് ഇച്ചിരി കൂടുതലാണ്, അത് കുറച്ച് കഴിയുമ്പോൾ പൊയ്ക്കോളും. ഞാൻ ബിസ്മിയുടെ വീട്ടിലെത്തി. ബിസ്മി എവിടെയാണ്? ഇവിടെ നോക്കട്ടെ ആരൊക്കെയുണ്ട്. ഇവിടെ ആരും കാണുന്നില്ല. നോക്കട്ടെ, ഞാൻ അവളെ നോക്കിയിട്ട് ബാക്കിയെടുക്കാം. എന്തോ? ഇല്ല, ഞാൻ ഒരിടത്തും പോയില്ല. ഇതാ ഇത്. ഓക്കെ, ഈ ഉടുപ്പ് അടുത്താഴ്ച എനിക്ക്. ഓ, മൈക്കിനകത്തിരിക്കുന്നവരാണ്. അല്ലാതിരിയായി ഇവളെ ഞാൻ ബാക്ക് ക്യാമറ ബിസ്മിര എന്നത് ബക്രി പിച്ചൊക്കെയാണ്. നില്ല അവിടെ നില്ല ഫുള്ള് കാണിക്കട്ട്. പിന്നെ ഞാൻ ബാക്ക് ക്യാമറ ചടിക്കുന്നില്ല അതിലേക്ക്. കൊള്ളാം നല്ല. നമ്മളിത് കരിഞ്ഞു എന്നാണ് മൊരിഞ്ഞ. അവൾക്ക് മാത്രം ലെഗ് പീസ് കൊടുത്തു. ഞാൻ ലുക്ക് കണ്ട് എക്സ്പെക്ട് ചെയ്തതിന്റെ കാട്ടി ടേസ്റ്റ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ മൂട്ടി കഴിഞ്ഞു പോയി. ഇവിടെ കിടന്നിരുന്ന ചിരിയായിരുന്നു. അപ്പൊ ഇനി ഗായത്രി വിളിക്കാൻ പോണം. അവള് വാ. അയ്യോ, വണ്ടിയുടെ താക്കോലെടുത്തില്ല. ബിസ്മി, വണ്ടിയുടെ താക്കോലൊന്ന് എടുത്തു തരുമോ? മുകളിൽ തന്നെ ഇരിക്കണ താക്കോല് ഒന്ന് എടുത്തിട്ട. മണ്ടയിലൊന്നും എടുത്തിട്ട് തരല്. വേണ്ട, കുഴപ്പമില്ല, വന്നിട്ട് തരാം കേട്ടാ. ഞാൻ പോയി ഗായത്രി വിളിച്ചിട്ട് വരാം. ഗായത്രി ഇതിന് മുന്നേ എൻ്റെ വ്ളോഗിൽ ഏതോ ഒരു വീഡിയോയിലുണ്ട് അവള്. പക്ഷെ ഞാൻ അവളെ വിളിക്കട്ടെ. ഓൾറെഡി അവള് ലേറ്റായി. അവള് വഴി നിൽക്കുക.
ഞാൻ ഇങ്ങനെ ഫോൺ മേടിച്ചാൽ നിന്നെ കാണാം കേട്ടാ. അപ്പൊ ഞാൻ പോകാൻ വെച്ച കുറച്ച്. ഇതാണ് ഗായത്രി. ഞാൻ ഇത്ര നേരം ഹൈപ്പ് തന്നുകൊണ്ടിരുന്നത് ഇവളാണ്. ഇനി നമ്മൾ ഇവക്ക് ബിരിയാണി കൊടുക്കട്ടെ. നമ്മളെല്ലാവരും വയറ് നിറച്ച് തിന്നു. ഈ പെണ്ണ് വരാൻ താമസിച്ചോട് ഇനി ഇവൾ ഒറ്റയ്ക്കിരുന്ന് തിന്നണം. ബിസ്മി ബിസ്മി ഇതാ വന്നിക്കണേ. അത് നോക്ക്. നീ മണ്ടയ്ക്കാറുണ്ട്. തിന്നിട്ട് മണ്ടയ്ക്കാറ്. നെല്ലിക്ക വേണോ? ഒരെണ്ണം വേണോ? ഒന്ന് മതിയാണോ? അപ്പൊ നമുക്കിനി ഒന്നും കൂടി എടുക്കണമായിരുന്നു. പക്ഷെ ഒന്നും കാണത്തില്ല. അയ്യോ ചെടിയിലായിട്ട്. ഇതിൽ നിറയെ നിൽക്കണം. വേണോ ഇനി? മതിയാ? ഇത് പിടിച്ച് കുലിക്ക. ഇപ്പം വെള്ളം തെറിക്കും. മൊത്തം വെള്ളം വേണ്ട, നനയാൻ വയ്യ. നീ അപ്പൊ ബിസ്മിയെ വിളിക്കാത്തുണ്ടേ? അവള് പറഞ്ഞേ അങ്ങോട്ട് നിന്നെ രക്ഷിക്കാൻ. അതൊക്കെ ബിസ്മി ഓ കാണാൻ മുട്ടി നിൽക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെല്ലിക്ക. പക്ഷെ ഒരു എന്തോ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല. അയ്യോ ഉപ്പ് വാങ്ങ. ഇവിടെ ഫോൺ നോക്കിയാ കഴിക്കണം. ഫോൺ മാറ്റി വെച്ചിട്ടിരുന്ന് കഴിയടി അങ്ങോട്ട്. ചത്തോലിരിക്കണ ഫോട്ടോയില്ല വീഡിയോ. ഫോണിൽ കളി. ബിസ്മി ഞാൻ പറഞ്ഞ കേട്ടാ ബിസ്മി, നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. എവളെന്റെ കുഞ്ഞമ്മ, ഇതെന്റെ മാമി. ആയിക്കോട്ടെ, തീരണ്ട പ്രശ്നം. ചേട്ടത് മാറ്റി പോയി കുട്ടി. രേവന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാര് ഇരുന്ന് തിന്നു വേണം. തിന്നിട്ട് ഫോണിൽ കളിച്ചാൽ മതി. അതെന്തൊരു അങ്ങനെ പറ്റൂല. നമ്മുടെ സംസാരിച്ചോണ്ടത്. നീ എന്തൊരു സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ ഫോൺ കൊണ്ടാന്നോണ്ടിരുന്ന. ഓക്കെ, ഇവക്ക് എന്തിനടേ കറ ഒഴിച്ചുകൂടെ അങ്ങോട്ട്. ഫോണിൽ നോക്കാതെ ചോറിടാൻ പറ്റും. അപ്പൊ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അടി വരേണ്ട വഴി അറിയാൻ പറ്റും. എന്തോ അറിഞ്ഞൂടാ. അതുകൊണ്ട് ബാക്കി അറിഞ്ഞൂടായിരിക്കും. എനിക്ക് യൂട്യൂബ് ചാനലുള്ളതായിരിക്കും. അതുകൊണ്ട് നല്ല കാര്യം അവക്കുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ തിന്ന് തീറ്റിപ്പിച്ചിട്ട് വരാം. സ്റ്റാറ്റസ് വീഡിയോ. ഞാൻ 2 തൊട്ടം ചോറ് തിന്നണയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ള പീസില്ലായിരുന്ന? അതല്ല, ഈ പീസ് തീർന്ന പൊരിച്ചത്. ഞാനൊരു മൈഗ്രൈൻ ഉള്ള ഒരാളെ കണ്ടിരിക്കുകയാണ്. എന്തേലും പറയൂ? ഒന്നുമില്ല പറയും. ഒന്നുമില്ല. ഇൻവെർട്ടറാണ് കുട്ടി, ഇൻവെർട്ടറാണ്. എന്നെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. മൈലാഞ്ചി കിട്ടിയാ അമ്മക്ക് ഉണ്ടടേ. അവള് ഇട്ടല്ലോ. ഞാൻ മൈലാഞ്ചിട അന്നിട്ടത് പോലെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു വിളിച്ചോണ്ട് നടക്കണം. ഇല്ല, താണ്ട് എന്റെ നഖത്തിലൊക്കെ ആ സ്റ്റെയിൻ ഉണ്ട്. എന്നിട്ട് മൈലാഞ്ചിട്ടില്ലേ ഇതിന്റെ എടുക്കാൻ ചോദിക്കും. താഴ്ന്ന നഖം വളരണം, മുകളിൽ നിന്നാണ് വളരണം മണ്ട. ഓ അതാ നോക്ക്. താഴ്ന്ന നഖം വളരണ. എടി ഇവിടെ നിന്നാണ് നഖം വളരണ.
എടി അത് ഇവിടുന്ന് വളർന്നളവാണ്. അല്ല ഞാൻ വേറെ പറഞ്ഞു തരാം. ചെവി ഉണ്ടോ ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെ അറിയണോന്തോ. ഇനി കുലിപ്പില്ല ഇത്. അപ്പോ അതെ അവൾക്ക് ഒരു മറ്റേ ഇങ്ങനെ ഒന്നും എത്തേണ്ട കാര്യം പോലും ഇല്ല. അവൾ ഇങ്ങനെ നിന്ന് പറയണ്. ബിസ്മി ബിസ്മി ഇല്ലല്ലോ ഇവിടെ. നീയല്ലേ പറഞ്ഞ അവള് മോളിൽ കയറി വന്നു. അവളെവിടെ? നീ വിളിച്ചത് അവൾ എങ്ങോട്ട് പോയാന്തോ ഞാൻ കണ്ടില്ല അവളെ. ബിസ്മി ബുഷറാമി ബിസ്മി താഴെ നിക്കണ. ബിസ്മി എങ്ങോട്ട് പോയണ്ട്? ബിസ്മിയെ കാണാനില്ല ഗൈസ്. ബിസ്മി എവിടെ പോയെന്ന് അറിഞ്ഞൂടെ. ഇവിടെ കടല് ഊക്കിയോണു. പിന്നെ മിണ്ടായിരി പിന്നെ മയം വെച്ചോണ്ട്. ഇതാ കാണുന്നതാണ് കടൽ. ഇത് കടലൻ ഇല്ല അത് ക്ലൗഡിന്റെ റിഫ്ലക്ഷൻ ആണെന്നാണ് തോന്നുന്നത്. മഴയല്ലേ മഴ തന്നെ. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് വരൂലേ പെയ്തോണ്ട്? അപ്പൊ പെയ്ത് ഇപ്പൊ ഇങ്ങോട്ട് വരൂലേ? നല്ല ബ്യൂട്ടിഫുൾ സ്കൈ ആണ് ഗൈസ്. നമ്മുടെ ട്രൈപോഡ് പുതിയ ഇവിടെ ഒരു കറങ്ങണ സാധനം ഉള്ളതാണ്. വിൻഡ് അനലൈസർ. ഇത് നേവിയാ? കോസ്റ്റ് ഗാർഡ്. എടി അത് മഴയല്ലടി, അത് റിഫ്ലക്ഷൻ ആണ്. ഇത് മഴ തന്നെ. കടലിൽ മഴ കണ്ടിട്ടുണ്ടോ? കടലിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവള് പറയണതാണ്. എനിക്കറിഞ്ഞൂടെ. എന്നാലും ബിസ്മി അങ്ങോട്ട് പോയി. ഓ വാഷ്റൂമിൽ വല്ലതും പോയതായിരിക്കും അല്ലേ? എവിടെ പോയാലും നോക്കട്ടെ. ബിസ്മി എവിടെ പോയടി ഇവള്? ബിസ്മി ഇപ്പൊ എന്നെ തല ഇട്ടിടിച്ചോടുത്ത് ഇങ്ങനെ ദേഷ്യം വരണു. ബിസ്മിയെ കാണാനില്ല ഗൈസ്. അയ്യോ എന്റെ മാലയെല്ലാം കൂടെ കുരുങ്ങി കിടന്നു. ഓ മുടിയെല്ലാം കൂടെ കുരുങ്ങി. ഇത്രയും മുടി പൊട്ടി. അത്രയും മുടി പൊട്ടി വന്നു കേട്ടോ. മുടി തന്നെയല്ലേ പോട്ടെ. ബിസ്മി പറയണ പെരുന്നാളിന് ഞാൻ വന്നത് അമ്പലത്തിൽ പോവാൻ വന്നോരെന്ന്. എവിടെ അവള് വന്ന? നീ പിന്നെ ഇപ്പൊ ആരും സംസാരിച്ച? എന്തേടി പുല്ല് വളർന്നിരിക്കണ? ഇങ്ങോട്ട് പോയി പെണ്ണ്. ഇവിടെ എവിടെ എടുത്തു വരിക ഈ തുണി? ഞാൻ ഇപ്പൊ എടുത്തോണ്ട് ഇനിയിപ്പം വാക്കറിന്റെ ക്രോക്സ് ഇട്ട് ആളെ പറ്റിക്കാൻ നടക്കുകയാണ്. മഴയത്ത് ക്രോക്സ് ഇടാന്ന് ആര് പറഞ്ഞു? നമ്മള് ബിസ്മിയുടെ വീട്ടില് പെരുന്നാളിന് വന്നിട്ട് ഇവിടെ തുണി വിരിച്ചോണ്ട് നിൽക്കുകയാണ്. എല്ലാരും ഇത് കാണണം. ബിസ്മിയുടെ അടുത്ത് ബിസ്മിയെ കാണാനില്ല. എവിടെ പോയെന്ന് അറിഞ്ഞൂടെ. നമ്മുടെ അടുത്ത് ഒരു വാക്ക് പറയാതെ പോയിന്. വല്ല നോട്ടീസ് പറക്കണം അവളെ കാണാനില്ലെന്ന്. വെള്ളം പിരിഞ്ഞിട്ടും കാര്യമില്ല. ഇനിയിപ്പൊ അടുത്ത് മഴ പെയ്യുമ്പോ ഇതെന്തായാലും വീണ്ടും നനയും. അയ്യോ നല്ല കാര്യം. ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫോണൊന്ന് പോയേട്ടാ. ഞാൻ അപ്പൊ ഇനി
നമ്മൾ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടെങ്കിലും ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയാലൊന്നും പ്ലാൻ ഉണ്ട്. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ അപ്പൊ വീഡിയോ എടുക്കാം. ഇപ്പൊ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ ബക്കറ്റിൽ ഇരിക്കണ തുണി എത്ര വിരിക്കണം, വേറെ പണിയൊന്നുമില്ല. അത് വിരിച്ചിട്ടിട്ട് വരാം. ഇവിടെ പോയാലേ കണ്ടില്ല. എവിടെ പെണ്ണെ പോയ നീ? പറ്റോ തുണി വിരിക്കാൻ പറഞ്ഞപ്പ ഈ ബക്കറ്റ് തന്നുണ്ടല്ലോ അവരെന്നാ വിളിച്ചിട്ട് വിളിയും കേക്കൂല. എടി എന്നിട്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചപ്പോ നീ വിളിയായിട്ടില്ലേ? നീ ഇവിടെ നിന്നിട്ട് നമ്മൾ മോളിൽ നിന്ന് വിളിച്ചത് എപ്പം? അതിപ്പോഴല്ലേ പറഞ്ഞ? ഇതെന്തിരി കണ്ണിന്റെ ഇവിടെ കൊച്ചു തേച്ച് വെച്ചിരിക്കണ? ഹലോ ഗായ്സ്, നമ്മുടെ ഫിറ്റ്സിയെ കാണുന്നു. നീ അവിടെ പോണ? ഇവിടെ വന്നില്ലേ? അത് നിന്നെ ഓക്കെ. അപ്പൊ നമ്മള് മൂന്നുപേരും കൂടെ എവിടെ പോണ? ഊരുന്നുണ്ട്. ചാച്ചാ, അപ്പൊ നമ്മള് പോയിട്ട് വരാമേ. നമ്മളെങ്ങനെ എല്ലാ മക്കളെ മാറിക്കണ്ണ പിന്നെ അവിടെ പിടിച്ച് ഇങ്ങോട്ട് അയ്യോ എനിക്കത് വെയിറ്റ് എടി അത് ഇങ്ങോട്ട് വന്നാണ് താങ്ങണത്. അത് എന്നെ നന്നായിട്ട് താങ്ങണുണ്ട്. എന്റെ കാല് എന്റെ കാല് ചവിട്ടില്ലേ. സോ നമ്മള് എല്ലാരും കൂടി ഇതാ പോവുകയാണ്. ചെരുപ്പിലല്ലല്ലോ ആയിരുന്നു. നീ എന്തിനൊക്കെയാണ് പറയണത്? എന്തോന്ന്? ആര് നിന്റെ വീട്ടിലോട്ട് പറഞ്ഞാ? അപ്പൊ നീ ഇതില് ചാരി കേന്ദ്രപ്പെട്ടു. നമ്മളെങ്ങനെ താഴെ എവിടെ ഇതെവിടെ ഹാർബർ വിഴിഞ്ഞോ? നമ്മൾ വിഴിഞ്ഞു ഹാർബറിന്റെ അവിടെ. ഹാർബർ ബാക്കിലുണ്ട്. ഹാർബറിന്റെ അവിടെ ചായ കുടിക്കാൻ നമുക്ക് ആദ്യം അവിടെ പോയി സെറ്റപ്പ് എന്നാ. എവിടെ ബാക്കിൽ? ഇങ്ങോട്ടാ? മഴ പെയ്ത ഒതുങ്ങി നിൽക്കാൻ സ്ഥലമില്ല, അതാണ് മെയിൻ പ്രശ്നം. ഓ ഭയങ്കര നാറ്റം. കിട്ടിയല്ല അവളെവിടെ കാണിക്കാൻ? എന്ത് കയ്യില് വരുത്തോ? ഞാൻ അകന്നിരിക്കണോണ്ടാണ്. അവൾ അകന്നിരിക്കയാണ്. നമ്മളടുത്ത് നിന്ന് അവൾ അകന്ന് പോയിരിക്കുകയാണ്. ഞാൻ മറ്റേ നീലക്കുയില് വീഡിയോ പിടിച്ചോണ്ട് നടക്കണം. എന്തോ ആര് മൈക്ക് ഉണ്ട്. കണ്ട അവിടുത്തെ ഇന്ന പോയിട്ട് കിടക്കണ ഇത്തപ്പൂര ഇവിടെ. അയ്യോ, കാട്ടിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോണേ കേട്ടാ. നമ്മള് അമ്മ നെല്ലിക്ക നമ്മൾ അമ്മയെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇനി ഞാൻ വീണ്ടും അവളെ വീട്ടിൽ പോകാൻ പോവുകയാണ്. അവിടെ പോയിട്ട് ഞാൻ ബാക്കി കൺക്ലൂഷൻ എടുക്കാവേ. നമ്മൾ ഗായത്രീനെ ആക്കിയിട്ട് വീണ്ടും താഴെ പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ബിസ്മിയുടെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ അമ്മേനെ വീട്ടിൽ വിളിച്ചുകൊണ്ടാക്കിയിട്ട് വീണ്ടും ഞാൻ തിരിച്ചിവിടെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നുമില്ല, ഉറങ്ങാൻ പോവാണ്. അപ്പം എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.